നമസ്കാരം അമേരിക്ക. സാഴ്സ്-കോവ്-2 എന്ന കുഞ്ഞൻ വൈറസിന്റെ വരവോടെ പലരുടെയും ജീവിതം വീടകങ്ങളിൽ ഒതുങ്ങി. ജോലിക്കായി ഓഫീസുകളിലെത്തിയിരുന്ന നമുക്ക് കോവിഡ് സമ്മാനിച്ച തൊഴിൽ സംസ്കാരമാണ് വർക്ക് ഫ്രം ഹോം. ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ എന്നിവയുൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി കമ്പനികളാണ് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയത്. ഒട്ടേറെ പേർക്ക് വീട് തൊഴിലിടമായി മാറുകയും ചെയ്തു. ദിവസേനയുള്ള ഓഫീസ് യാത്രകളും അതിനായുള്ള വേഷവിധാനങ്ങൾക്കുള്ള ഷോപ്പിങ്ങുകളും തിരികെയുള്ള യാത്രകളിലെ വിൻഡോ ഷോപ്പിങ്ങും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഔട്ടിങ്ങുകളുമൊക്കെ ഓഫീസ് ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരുന്നവർ ഇന്ന് ചലന സ്വാതന്ത്ര്യമില്ലാതെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് ഔദ്യോഗിക കടമകൾ നിർവഹിക്കാൻ നിർബന്ധിതരാകുന്നു. ഗിഗ് സമ്പദ് വ്യവസ്ഥയും വർക്ക് ഫ്രം ഹോമും ഒക്കെ വ്യാപകമാകുമെന്ന് മഹാമാരിക്ക് മുന്നേ തന്നെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നെങ്കിലും അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഏറെയാണെന്നാണ് 2 വർഷത്തിലേറെയായി വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ പറയുന്നത്. വർക്ക് ഫ്രം ഹോം എന്ന് ആദ്യം കേട്ടപ്പോൾ ത്രില്ലടിച്ചിരുന്നവർ പക്ഷേ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തുടങ്ങി. ചില വീടുകളിലെങ്കിലും വർക്ക് ഫ്രം ഹോം വഴക്കറ്റ് ഹോമായി മാറുന്നു. ശീലിച്ചു വന്നിരുന്ന തൊഴിൽ രീതികളിൽ വന്ന മാറ്റം ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു? എത്രത്തോളം മാനസിക പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കുന്നുണ്ട്? സ്ഥിരമായി സാമൂഹിക ഇടപെടലുകൾ നടത്തിയിരുന്നവർക്ക് ഈ മാറ്റം ഒറ്റപ്പെടലുണ്ടാക്കുമോ? തൊഴിലുടമകൾ വർക്ക് ഫ്രം ഹോം ആശയത്തെ എങ്ങനെ കാണുന്നു? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. പണിയാകുമോ പണി അറ്റ് ഹോം? ഇന്നത്തെ എൻ്റെ അതിഥികൾ സോഫ്റ്റ്വെയർ രംഗത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനി ടെസ്റ്റിംഗ് മാവൻസ് കമ്പനിയുടെ കോ ഫൗണ്ടർ ജയൻ ജോസഫ്, കേരള എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക മുൻ ജനറൽ സെക്രട്ടറി നീന സുധീർ, ഫേസ്ബുക്കിൽ പ്രോഡക്റ്റ് മാനേജറായ ശ്രീതു തുളസി, IT മേഖലയിൽ ക്ലയന്റ് പാർട്ട്ണറായ മഞ്ജു സുരേഷ് എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ശ്രീ ജയൻ ജോസഫ് ഒരു എംപ്ലോയർ കൂടിയാണ്. അപ്പോൾ പല കാര്യങ്ങളും ഒരു എംപ്ലോയിയിൽ നിന്ന് ഉള്ള അനുഭവവും അതുപോലെ തന്നെ ഒരു എംപ്ലോയറുടെ അനുഭവവും ഉണ്ടാകും. നമുക്ക് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നതിന് മുൻപ് ഡെഫിനറ്റ് ആയിട്ടൊരു വർക്ക് സ്പേസ് ഉണ്ടായിരുന്നു, ഒരു വർക്ക് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ വർക്ക് ഫ്രം ഹോം വന്നതോടുകൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് കുറച്ചു പേർക്കെങ്കിലും തെറ്റിയെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജയൻ ജോസഫിന് പറയാൻ എന്താണുള്ളത്? എന്നെ സംബന്ധിച്ചോളം ലിറ്ററലി ഐ ഹാവ് ബ്രോക്കൺ ഓൾ റൂൾസ് ഓഫ് ദിസ്, റൈറ്റ്? സോ കുറച്ചൊക്കെ ഒരു സർട്ടൻ റൂൾസ് സെറ്റ് ചെയ്തൊരു ഡിസിപ്ലിൻ പോവാണെങ്കിൽ ഇറ്റ് വുഡ് വർക്ക് ഫോർ യു. ബട്ട് ഐ സ്റ്റാർട്ടഡ്, ഐ ചെക്ക് മൈ ഇമെയിൽസ് ഇൻ ബെഡ്. My starting hour is pretty much set. I start early in the morning, but my ending time has gone crazy. So that's a big no-no. So our lunch break in our office, we have a lunch break, right? You go out to grab some lunch. You go out with some of your team members. So either for our lunch time is at your own wish. So which you can do 4 mani. Okay, so then dinner gets pushed out. Then the work ends very late. It's just that I chose to do it that way, I think, right? It's just sometimes during the day, some of these things, some urgent things come in, so you kind of procrastinate. Right? It's on that end of the day, you end time push out, and then your day tends to be very late. Right, so that affects the time that you go to bed and your sleeping hours. So there are issues with it, I think, but survey says that 75% of the workforce is in favor of the work from home culture, right? So from an employee perspective, right, I would say with employer perspective, work from home is probably great, right? From an employer perspective, I'm not so sure about it, right? So there are the pros and cons about it. Okay, ഒരു എംപ്ലോയറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ ജയനോട് ആ ചോദ്യം വീണ്ടും ചോദിക്കാം. ഇപ്പോൾ എംപ്ലോയി പെർസ്പെക്റ്റീവിലാണ് ജയൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നീന കേട്ട് കാണുമല്ലോ ജയൻ പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഒരു വർക്ക് ഫ്രം ഹോമിനെ ജയൻ ജോസഫ് നോക്കി കാണുന്നത്? നീന സുധീർ എന്ന് പറയുന്ന വ്യക്തിയിൽ വർക്ക് ഫ്രം ഹോം വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് സ്റ്റൈൽ ടോട്ടലി എങ്ങനെയാണ് മാറിയത്? ക്രിസ്റ്റീന, കോവിഡ് സമയം നമ്മൾ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. I feel like if we continue that trend, it has affected the lifestyle. I think it's going in the wrong direction. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഗ്ലോബൽ പ്രോജക്ട് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
So because everybody is working from home, meeting എല്ലാം രാവിലെ ഒരു 7 മണി ഒക്കെ അങ്ങനെ schedule ചെയ്യാൻ തുടങ്ങും. So what's happened is from the beginning itself, the breakfast schedule is affected. I'm not a super disciplined person, and I agree with Jayan. I'm in the same state like what Jayan was saying. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് പണിയെടുക്കുമ്പോൾ എന്താ വെച്ചാൽ യു ഹാവ് എ ടെൻഡൻസി ടു ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി ഓൾസോ ഇൻ ബിറ്റ്വീൻ. അപ്പൊ ഉച്ചയായാലും നമ്മള് ലഞ്ച് എല്ലാവർക്കും എടുത്തു കൊടുക്കണം. Even though there is no expectation like that at home, if you don't do that, you kind of have a guilt feeling. അത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ചില ദിവസം ഭയങ്കര വർക്ക് സ്ട്രെസ് ഉള്ളന്ന് ടെൻഷനും മെന്റൽ സ്ട്രെസ്സും എല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ യു ഗെറ്റ് ടു ഇന്ററാക്ട് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ, യുനോ. അതിലൂടെ നമുക്ക് യു കെൻ ഡെവലപ്പ് യുവർ ഇന്റർപേഴ്സണൽ സ്കിൽ. നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ്. So overall personality development is affected. So definitely lifestyle is also impacted. Namale self care, self maintenance, everything is affected to some extent, Christina. നീന തുടങ്ങിയ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, അടുത്തിടെ ഞാനൊരു കാർട്ടൂൺ കണ്ടു ഈ വർക്ക് ഫ്രം ഹോമുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ണി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണ്, വളരെ അർജൻറ്റായിട്ടുണ്ട്, എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മുന്നിൽ വെറുതെ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്നു അമ്മയ്ക്ക്. അപ്പോൾ അമ്മ കൊണ്ടുപോയി ഒരു കൂട്ടം വെജിറ്റബിൾസ് കൊണ്ട് ഈ മകളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്തായാലും നീ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വെറുതെ കുത്തിയിരിക്കുകയല്ലേ, എന്നാൽ ഇതുകൂടി അരിഞ്ഞു തരാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഫണ്ണി സംഭവങ്ങൾ നമുക്ക് വീടുകളിലുണ്ടാകും. നമുക്ക് ശ്രീതുവിനോട് ചോദിക്കാം. ശ്രീതുവിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയാൻ കാണും. ശ്രീതു ഒരു ന്യൂ മദറാണ്. അപ്പോൾ ഒരു കുഞ്ഞു വാവയുണ്ട് വീട്ടിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫിസിക്കലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇരുന്ന് ചെയ്യുന്ന ജോലി, ഓഫീസിലാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഫിസിക്കലി കുറേ ചേഞ്ചസ് ശ്രീതുവിന് ഉണ്ടാക്കി കാണും. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു അത്? ഞാൻ ഒരു പോസ്റ്റ് പാർട്ടത്തിൽ കൂടെ കടന്നുപോയി. ബാക്ക് ടു വർക്ക് സമയത്താണ് ഈ ബാക്ക് ടു വർക്ക് ടൈമിലാണ് ഇത് ലോക്ക്ഡൌൺ തുടങ്ങിയത്. ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ദിസ് ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിന്റഡ്. ഐ വാണ്ടഡ് ടു ഗോ ബാക്ക് ടു വർക്ക് ആൻഡ് മീറ്റ് മൈ ഫ്രണ്ട്സ്. അങ്ങനെ കുറച്ച് എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ തിരിച്ച് ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ വന്ന് വീണപ്പോ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. മെയിൻ ആയിട്ട് ആ സമയത്ത് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് രണ്ട് റോളുകളാണ്. ഒന്ന്, ആസ് എ മോം ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ സ്മോൾ കിഡ്. സെക്കൻഡ്, എനിക്ക് ബാക്ക് ടു വർക്ക് ചെയ്യണം. ഐ ഹാവ് ടു ആക്ച്വലി ബി ദ പ്രോഡക്റ്റ് മാനേജർ അറ്റ് ഫേസ്ബുക്ക്. To be honest with you, as a new mom, lockdown was initially really helpful. എനിക്ക് കുറെ ടൈം എന്റെ ബേബിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് കുറച്ചുകൂടി എക്സ്റ്റൻഡ് ടൈം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റി. അവളുടെ മൈൽസ്റ്റോൺ ഒന്നും ഞാൻ മിസ് ചെയ്തില്ല. അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ആസ് എ മദർ സംഭവിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആസ് എ വർക്ക് പേഴ്സൺ ആകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ദ സ്ട്രെസ് ഇസ് പാർട്ട് ഓഫ് ദാറ്റ് വർക്ക്. അതിന്റെ കൂടെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് വാസ് സിവിയർലി ഇമ്പാക്റ്റഡ്. നിങ്ങൾക്കെല്ലാം അറിയാം, ലൈക്ക് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ഓൾറെഡി കുറച്ച് വണ്ണം വെച്ചിരിക്കും. പിന്നെ you want to get back to the routine of exercise and get back to your work, proper health. അത് നടന്നില്ല. കാര്യം you are literally sitting on your chair 24/7 kind of thing, because വർക്കിന് ഒരു ബിഗിനിങ്ങും ഇല്ല എൻഡും ഇല്ല. കുഞ്ഞിനെ ഇടയ്ക്ക് നോക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നിട്ട് നമ്മൾ you continue working. അപ്പൊ രാവിലെ എപ്പോഴാണ് വർക്ക് തുടങ്ങുന്നതെന്ന് അറിയില്ല, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. you have to excel at your work, right? സോ ഹെൽത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഹെൽത്ത്, BP ഒക്കെ കൂടാനും ഒക്കെ അത് കാരണമായി. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, postpartum is definitely one reason. But apart from that, we are social animals. We want to socialize. അപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ തന്നെ ഈ സോഷ്യൽ ഗ്യാതറിംഗ്സ് വിത്ത് ഫ്രണ്ട്സ് ഒക്കെ നടക്കുന്നത് യൂഷ്വലി വീക്കെൻഡ്സിലാണ്. അപ്പൊ ലീഗലി തന്നെ അത് പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ അതിന്റെ കൂടെ ഈ വർക്കിലുള്ള ആ ഒരു സോഷ്യൽ gathering, meeting friends. Last 10 years, every friend that I have made was from my work. അത് ലാസ്റ്റ് 2 years ഒരു ഫ്രണ്ടിനെ പോലും ഉണ്ടാക്കിയില്ല. ഉള്ള ഫ്രണ്ടിന്റെ കൂടെ തന്നെ I couldn't keep in touch. So definitely it impacted my mental health as well, and I had to seek help.
So it was kind of like a mixed thing for me. അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള നോഡ് VPN എന്ന് പറയുന്ന കമ്പനി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഈ റിപ്പോർട്ട് പ്രകാരം എല്ലാവരും വിചാരിച്ചിരുന്നത് വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഈ കമ്പനി റിപ്പോർട്ട് പറയുന്നത് പ്രതിദിനം ശരാശരി 2.5 hours ഓരോ വ്യക്തിയുടെയും വർക്കിംഗ് അവേഴ്സ് കൂടിയിട്ടുണ്ട്. ഈ ജോലി സമ്മർദ്ദവും കൂടിയിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ മഞ്ജുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മൾ ഈ ഒരു വർക്ക് ഫ്രം ഹോം അറ്റ്മോസ്ഫിയറിലോട്ട് നമുക്കൊരു പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവരുടെ പഠിത്തവും അവരൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടി വന്നു. അപ്പം നമ്മളൊക്കെ ഒരു ലേണിംഗ് ഫേസിലായിരുന്നു ഇനീഷ്യലി ഒരു 2-3 months. നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് ഒരു കാര്യം നമ്മുടെ കൊളീഗിനോട് ചോദിച്ചു വാങ്ങിക്കുന്നത് തൊട്ടപ്പെട്ട ക്യൂബിൽ പോയി സംസാരിക്കാം. പക്ഷെ ഇപ്പം ഫോൺ വഴി വിളിക്കോ ഇമെയിൽ അയക്കോ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷെ ആസ് എ മദർ എനിക്ക് ശ്രീധുവിന്റെ അത്ര കൊച്ചുകുട്ടികളില്ല. പക്ഷെ അവർക്കുള്ള ബ്രേക്ക് സമയത്ത് നമുക്കും അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം ഡ്യൂറിങ് സ്കൂൾ ടൈം, ബിക്കോസ് ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ഫോർ ദം ആൻഡ് വി ഹാവ് ടു ഹെൽപ്പ് ദം ബീങ് എ പാരന്റ്. അപ്പം അത് കുറച്ച് ചാലഞ്ചിങ് തന്നെയായിരുന്നു. ബിക്കോസ് എന്റെ വർക്കിനെയും കൂടെ എനിക്ക് ബാലൻസ് ചെയ്യണം, അവരുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ്. പക്ഷെ every cloud has a silver lining. ഇപ്പം things are better. Schools കുറച്ച് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. ആൻഡ് വർക്ക് വൈസും ഐ ഹാവ് ടു ട്രാവൽ ലിറ്റിൽ ഫോർ വർക്ക്. അപ്പം അത് കുറച്ച് ചെയ്യാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. ബട്ട് വർക്ക് വൈസ് ഇമ്പാക്റ്റ് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, ലൈക്ക് നോട്ട് ഓൺ മൈ എൻഡ്. ബിക്കോസ് എനിക്ക് വർക്കിന്റെ കാര്യത്തിൽ ഐ ഫീൽ ദാറ്റ് തിങ്സ് കുറേ കൂടെ ഫാസ്റ്റർ ആയിട്ടുണ്ട്. എനിക്കിപ്പം ഞങ്ങളുടെ ഒരു സ്റ്റാഫിംഗ് ഫേമാണ്. ഒരു ആൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ടൈം ലൈൻ ഹാസ് റിയലി കം ഡൗൺ, ബിക്കോസ് ഭയങ്കര ടെക്നോളജി ഈസ് റിയലി helping us get things done very fast. അപ്പം ആ രീതിയിൽ things are getting better. I'm a positive person, so I feel that things are definitely getting better. The tough times ഒക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു thought. So വളരെ നല്ല ഒരു ചിന്തയാണ്. കാരണം ഇത്രയും നെഗറ്റിവിറ്റിക്കിടയിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നല്ലോ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ജയൻ ജോസഫ് ഒരു എംപ്ലോയി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു തൊഴിലുടമ കൂടിയാണ്. നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു തൊഴിലുടമയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു റിമോട്ട് വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു പണിയാണോ തൊഴിലുടമകൾക്ക്? ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് സേവിങ്സ്, office space, there's a lot of cost that comes around that. Those are all savings from an employer perspective, right? So I have an office in India as well, in Kerala, in Info Park. So there are some savings around that. But the negative side of all of this is, right, everybody is working from home. It's great. They start working early before they used to commute at that time. Now they start at that time. So it's good in that way. But the interactions are so less, right? ഞാൻ എൻ്റെ ക്ലയന്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ I'll talk to an executive in a hallway conversation or elevator pitch, right? All of that is missing. നമ്മുടെ സെയിൽസ് ഇന്ററാക്ഷൻ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, right? So now I have to initiate a conversation which I could have done. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു എക്സിക്യൂട്ടീവിനെ കണ്ടു, ജസ്റ്റ് ഹായ് പറഞ്ഞ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു, which can lead to a meeting, which can lead to something, right? So all of that is gone, right? Now we have to initiate that conversation. You have to have a reason for that conversation. You have to set up a meeting, and there needs to be a reason for it, right? So that's from a sales side. From a team building and team spirit side, right? So I had a lot of new joinees, especially in India, during this COVID time. The biggest problem was all these പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ഓഫീസിൽ there is a family environment in the office, right? അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത്, there might be some activities, some fun things that they do, right, other than work. So all of that is gone, right? പുതിയ ആൾക്കാർക്ക് വരുമ്പോഴത്തേന് they are not able to mingle as well with the old employees. അപ്പോൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ആൾക്കാർ അവർ kind of becomes a group thing, right? So the new folks are not, it takes an effort to add them to that group, right? Because അവരെ personally interact ചെയ്തിട്ടില്ല, personally കണ്ടിട്ടില്ല, right? So only over Zoom that they've seen them, right? So അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഒരു വർക്ക് കൾച്ചർ നമുക്ക് പുഷ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടോപ്പ് ഡൗൺ വർക്ക് കൾച്ചർ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് വെൻ യു ആർ റിമോട്ട് ടു പുഷ് ഡൗൺ സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? സോ those are some of the things that are negatives. And I personally wish we were back in the office at some point. And again, I think it's really said, having said all this, right, I think we'll have to thank myself and
for being here at this time. A lot of people went through a lot of difficult things, right? So, but yeah, ജയൻ that's my പറഞ്ഞത് take വളരെ on it. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളിനോട് സംസാരിക്കുമ്പോഴുള്ള നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ജെസ്റ്റേഴ്സ്, ചിലപ്പോൾ നമ്മുടെ ഒരു ടച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ടോൺ, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതൊരു നെഗറ്റീവ് ഫാക്ടറാണ്. പക്ഷേ ജയൻ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴിലിടങ്ങളിലേക്ക് മടങ്ങി നമ്മുടെ സഹപ്രവർത്തകരുമായി ഒക്കെ മിങ്കിൾ ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നീന, എനിക്ക് തോന്നുന്നു 2 വർഷമായെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറിയിട്ട്. അപ്പോൾ നീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർക്ക് ഫ്രം ഹോമിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു നഷ്ടബോധമുള്ളത്? പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണ്. നമ്മൾ ഓരോ ദിവസവും നാളെ ഇടുന്ന ഡ്രസ്സ് എന്താണ്, കോസ്മെറ്റിക്സ് എന്താണ്, ഇതൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ നടത്തി, വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി എൻജോയ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഒരു നഷ്ടബോധം ഉണ്ടാവില്ലേ? എന്തൊക്കെ കാര്യങ്ങളിലാണ് ആ മിസ്സിംഗ് ഉള്ളത്? ഓഫീസിൽ പോകുന്ന സമയമാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ ആണ് നല്ലോണം ഡ്രസ് ചെയ്തിട്ടെല്ലാം പോവാൻ വേണ്ടിയിട്ട്. സോ the moment you get out of your house, you car പോയി and വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് it takes like 30-40 minutes drive. So that drive is something that I really enjoy. That's my me time, you know. അപ്പൊ രാവിലെ റേഡിയോയില് ടോക്ക് ഷോസ് എല്ലാം കേട്ട് പിന്നെ അച്ഛനെയും അമ്മയും നാട്ടിലെല്ലാം ഫോണെല്ലാം ചെയ്ത് I really enjoy that drive. അതിപ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് when you have a coffee break, you interact with your co-workers, കുട്ടികളുടെ കാര്യമെല്ലാം പറയും. So you learn a lot of things by those small talks, പിന്നെ ലഞ്ച് ബ്രേക്കിനാണെങ്കിൽ നമ്മൾ ചില സമയം we go out for lunch, we go out for walking. അങ്ങനെ അതെല്ലാം ഒരു മിസ്സിംഗ് ആണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും. പിന്നെ at the end of the day it's like you're so happy to come back home also because your kids are waiting for you. I have a pet, so my pet dog will be waiting for me and my husband is there. And so നമുക്ക് എല്ലാരും കൂടെ ഒന്നിച്ചാകുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. Even though when we're working from home എല്ലാരും അടുത്തടുത്തുണ്ട്, so we have a tendency to take us for granted. So even though we're spending more time, that quality time is missing right now, മഞ്ജു, നമുക്ക് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നതിന് ചിട്ടയോടെ ജോലി ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കോളിംഗ് ബെല്ല്. ഒന്നുകിൽ ഒരു കൊറിയർ ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സെർവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ പലപ്പോഴും പലരും പറയുന്നത് ഈ വർക്ക് ഫ്രം ഹോമിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിൽ ഒരു കുറവുണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തുടക്കത്തിൽ കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് ഇമ്പോർട്ടന്റ് കോൾ എടുക്കുമ്പോഴായിരിക്കും പലയിടത്തുനിന്ന് വിളിയൊക്കെ വരുന്നത്. പക്ഷെ അതിന് വാട്ട് ഐ ഹാവ് ഡൺ ഇസ് ഒരു സെറ്റ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഐ ബി ഇൻ എ റൂം ബൈ മൈസെൽഫ് ഫോക്കസിങ് ഓൺ വർക്ക്. അപ്പൊ എനിക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ബിക്കോസ് എന്റെ മോഡ് ഓഫ് വർക്കിൽ ഐ കനോട്ട് അഫോർഡ് ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇഫ് ഐ എം ഓൺ ഞാൻ വർക്കിലാണ് കോളിലാണെങ്കിൽ I wouldn't want anyone to disturb me. അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നടക്കാനാണെങ്കിലും വാട്ട് ഐ വാണ്ടഡ് ടു ആഡ്, ലൈക്ക് ഇപ്പം നീന പറഞ്ഞത് കുറെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ വീട്ടിലെ കാര്യത്തിൽ ഇപ്പം എല്ലാവരും ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐ നോ ദാറ്റ് നോട്ട് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. പക്ഷെ ഇപ്പൊ പണ്ട് വീട്ടില് കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും കൂടുതൽ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി ഇപ്പം ഫാമിലിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവ് കാര്യമാണ്. സോ ഐ എം റിയലി എൻജോയിങ് ദാറ്റ് പാർട്ട്. പക്ഷെ ഓഫ് കോഴ്സ് ഒരു പ്രോപ്പർ സ്കെഡ്യൂൾ സെറ്റ് ചെയ്താൽ വി കൻ ഇറ്റ്സ് ഈസിയർ. അതൊക്കെ നമ്മൾ ഇത്രയും മാസം കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന ഓരോ ശീലങ്ങളാണ്. ആൻഡ് ഇറ്റ്സ് ഹെൽപ്പിംഗ് എ ലോട്ട്. ശ്രീതു, നമുക്ക് പലപ്പോഴും ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ ഫേർണിച്ചേഴ്സ്, നമ്മൾ എർഗോണമിക്സ് എന്ന് പറയുന്ന ഒരു സയൻസ് തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ഈ വർക്ക് ഫ്രം ഹോമിൽ തന്നെ നമ്മളൊരു സെപ്പറേറ്റ് ഓഫീസ് സ്ട്രക്ചർ, ഒരു എർഗോണമിക്സ് അനുസരിച്ചിട്ട്, നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മുടെ തൊഴിലിടം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അബ്സല്യൂട്ട്ലി. ഇനിഷ്യലി ഞാനിത് വർക്കിംഗ് ഫ്രം ഹോം തുടങ്ങിയപ്പോൾ എന്റെ നീഡും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യും. ഹസ്ബൻഡ് വർക്കിംഗ് ഫ്രം ഹോം ആണ്. ഹി ഹാസ് എ സെപ്പറേറ്റ് റൂം സെറ്റപ്പ് ആസ് എ ഓഫീസ്. പക്ഷെ എനിക്കാണെങ്കിൽ കുഞ്ഞിനെ എങ്ങനെ എവിടെ നോക്കാം, അവിടെയാണ് എന്റെ ഓഫീസ്. അവിടെ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അതിപ്പോ ബെഡ് ആവട്ടെ, സോഫ ആവട്ടെ, കിച്ചണിലാവട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പൊ കുറച്ചു നാൾ ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ എവിടെ നോക്കിയാലും എനിക്ക് വർക്കാണ് റിമൈൻഡ് ആവുന്നത്.
അപ്പം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ഒരു സെപ്പറേഷൻ. ഓൾറെഡി ഡിഫിക്കൽട്ട് ആണ് വർക്കിംഗ് ഫ്രം ഹോം, സെപ്പറേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ലൈഫ് ആൻഡ് വർക്ക് ലൈഫ്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ കിട്ടാനായിട്ട് ഡെഫിനറ്റ്ലി ഞാൻ റിയലൈസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഐ നീഡ് ടു സെറ്റ് അപ്പ് എ സ്പേസ് ടു. അവിടെ ഇരുന്നുള്ള സമയമൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ പോലും ഇറ്റ് ഫോഴ്സ് മീ ടു limit my work thinking to that space, and it helps me to focus a little bit more too. പിന്നെ അവിടെ എങ്ങനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്ത് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ വർക്കിംഗ് ഫ്രം ഹോം കുറച്ചും കൂടിയൊക്കെ ഡെഫിനറ്റ്ലി ബെറ്റർ ആവും. ഈ ഫേർണിച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏർലിയർ തന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം കുറേ നേരം ഇരുന്ന് ഒട്ടും നടക്കാതെയൊക്കെ വന്നപ്പോൾ അത് ഇൻക്രീസ് ആയി. അപ്പോൾ ആ ഫേർണിച്ചറിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. ലൈക്ക് ഒരു സ്റ്റാൻഡിങ് ഡെസ്ക് മേടിച്ചു, വേർ ഐ ക്യാൻ ആക്ച്വലി വർക്ക് സ്റ്റാൻഡിങ്. വളരെ കുറച്ച് സമയം മാത്രമേ ഇരിക്കുന്നുള്ളൂ. അങ്ങനെ മാത്രമല്ല ഒരു പ്രോപ്പർ ഒരു പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു ചെയർ, അതൊക്കെ വളരെ good investment ആണ്. Like everybody else, I also hope that this will get over soon. If not, we should rather invest in those immediately. That will definitely help us. ജയന്, ഞാനൊരു ജ്യോതിഷിയുടെ റോൾ തരാൻ പോവാ. തലയുടെ ചുറ്റും ഒരു ദിവ്യ വെളിച്ചമൊക്കെ വന്നിട്ട് ഒരു പ്രഡിക്ഷൻ നടത്താനുള്ള ഒരു അവസരം തരാൻ പോവുകയാണ്. ഈ വർക്ക് ഫ്രം ഹോം കൾച്ചറിന്റെ ഫ്യൂച്ചർ അമേരിക്കയിൽ എന്തായിരിക്കും? ഇത് തുടർന്നു പോകാനാണോ സാധ്യത? എന്നിട്ട് വേണം നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. So, as Sridhar said, I've gone through a couple of standing desks and chairs, right? So my wife keeps asking every time a chair comes in, right, again. So Corona, I might hear them. But yeah, so to your question, from an economic perspective, right? America, there are rumors of numbers of COVID cases increasing, but at the same time, right, there is a big economy that runs around the office space, right? If you go to New York City right now, right, there's a lot of lunch businesses, there's a lot of office, commercial spaces, and it's a big part of the economy that. So I'm just purely thinking from a business perspective, right? I think it's a must that we need to open back up. We need to go back to the office, right? Because that whole economy needs to run, right? There's people love working from home, right? I get that too. For America, this needs to reopen and we need to go back to office, right? So I think it will open up in the next, maybe, 6 months or a year down the line. I think my prediction is that it will open up. We will be back in the offices. I think there are a lot of banks already pushing for this, right? Okay. I know I have friends with JP Morgan, they're pushing to get back into the office, right? I know Apple is pushing for it. But major companies are kind of starting to get people back in the offices. എല്ലാവരുടെ ഒരു പ്രതീക്ഷ അതാണ്. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നതും അങ്ങനെ ഒരു എക്കണോമിക് കണ്ടീഷനിലേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹോപ്പ്ഫുള്ളി അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്ന് കരുതാം. നീന, ഡോക്ടർ CJ ജോൺ പ്രമുഖ സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് പലയിടങ്ങളിലും അത് വഴക്കറ്റ് ഹോമായി മാറുന്നു. പ്രത്യേകിച്ച് ഈ യങ്സ്റ്റേഴ്സ് ഒക്കെയുള്ള വീടുകളിൽ അവർ ഈ വീക്കെൻഡിൽ ഒരു ഔട്ടിങ്ങും പാർട്ടിയും ഒക്കെയുള്ള കുട്ടികളായിരുന്നു. പക്ഷേ ഈ വർക്ക് ഫ്രം ഹോമിലേക്ക് അവർ ചടഞ്ഞു കൂടിയതോടുകൂടി അവർക്കിതൊന്നുമില്ല. ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിനൊന്നും പോകാൻ പറ്റുന്നില്ല. പല വീടുകളിലും ഈ ബൈനോക്കുലർ ഐസുമായിട്ട് പേരൻസ് കൂടെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് പലയിടത്തും ഇത് ഒരു വഴക്കറ്റ് ഹോമായി പല വീക്കെൻഡുകളിലും മാറുന്നു എന്നാണ് അദ്ദേഹം വളരെ സരസമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നീനയുടെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണൽ ഫ്രീഡത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നുണ്ടോ ഈ ഒരു പ്രൊലോങ്ഡ് വർക്ക് ഫ്രം ഹോമിൽ? ക്രിസ്റ്റീന, അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണൽ ഫ്രീഡത്തിന് എഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. മൈ ഡോട്ടർ ഇസ് ഇൻ കോളേജ്. സോ അവർക്കെല്ലാം ദേ ഓൾ വാണ്ട് സം ഫ്രീഡം, റൈറ്റ്? സോ അപ്പൊ വീട്ടിൽ തന്നെ ആയപ്പോ they have to tell us when they are going out, where they are going out, and we have the typical mom mindset, right? Parents mindset. എല്ലാം ചോദിക്കുമ്പോ അതെല്ലാം ഒരു ചെറിയ ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ വീട്ടില് ഫ്രിക്ഷൻസ് അല്ല ഇപ്പൊ കോമൺ ആണ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അതെല്ലാം മറന്ന് എല്ലാവരും സ്നേഹത്തിൽ തന്നെയാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് നോക്കുമ്പോ വർക്ക് ഫ്രം ഹോം ത്രൂ ആണെങ്കിൽ കുറച്ച് ഫ്രീഡം കിട്ടിയെന്നും പറയാം. ബിക്കോസ് വെൻ യു ആർ അറ്റ് ഹോം, ഇഫ് യു വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് യുവർ പേഴ്സണൽ തിങ് ഇൻ ബിറ്റ്വീൻ, ഒരു ഡോക്ടർ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണം, വീട്ടിൽ ഫാമിലിനെ വിളിക്കണമെങ്കിൽ there is nobody. You can manage your own time, you have the freedom to manage your own time.
പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാം എല്ലാരെയും അപ്ഡേറ്റ് ചെയ്ത് യു ഹാവ് ടു ലുക്ക് ഇൻ ടു എവറിബഡീസ് സ്കെഡ്യൂൾ സോ ആ പേഴ്സണൽ ഫ്രീഡം ഇസ് ലോസ്റ്റ്. ഒന്ന് അച്ഛനെയോ അമ്മേനെയോ ഫാമിലിനെയോ ക്ലോസ് ഫ്രണ്ട്സിനെല്ലാം വിളിക്കണമെങ്കിൽ ഐ ലൈക്ക് ടു സിറ്റ് ലോൺലി ആൻഡ് ഫീൽ കംഫർട്ടബിൾ വെൻ നോബഡി ഈസ് ലിസണിങ്. അങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രീഡം എല്ലാം ലൂസ് ആയിന്. നമ്മുടെ ഈ ഒരു വർക്ക് ഫ്രം ഹോം അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കുള്ള ഒരു ടിപ്സ് മഞ്ജു? മെച്ചപ്പെടുത്താന്ന് വെച്ചാൽ കണ്ടിന്യൂ വാട്ട് വി ആർ ഡൂയിങ്. കുറെയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ട്രൈ ടു ബി മോർ പ്രൊഡക്റ്റീവ്. നമ്മളിപ്പം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത് ഇപ്പം രാവിലത്തെ തിരക്കില്ല, രാവിലത്തെ സ്ട്രെസ് ഇല്ല. അപ്പം ഫോക്കസ് മോർ ഓൺ യുവർ ഹെൽത്ത്. ബിക്കോസ് ഇപ്പം നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക്, നമുക്ക് ജോലി ചെയ്ത് തലവേദന എടുക്കുന്ന സമയത്ത് വി കെൻ ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്, പോയി വരാം. ഗെറ്റ് ഒരു ഇന്നർ പീസ് കിട്ടാനായിട്ട് ജസ്റ്റ് റിലാക്സ് ആൻഡ് ടേക്ക് ഇറ്റ് 1 minute at a time. അങ്ങനെ ജസ്റ്റ് ടേക്ക് ഇറ്റ് സ്ലോ എന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് നമ്മൾ എന്തായാലും വി ആർ ഡൂയിങ് ഇറ്റ്. സോ എൻജോയ് വെൽ യു വർക്ക് ഫ്രം ഹോം. പോസിറ്റീവ് ആയിട്ടുള്ള ടിപ്സ് ആണ്. വളരെ പെട്ടെന്ന് ശ്രീതു. ഞാൻ ഇൻ അഡീഷൻ ടു വാട്ട് യു സെഡ്, ഞാനിപ്പോ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ജസ്റ്റ് വർക്ക് രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വീടിന് ചുറ്റും ഒരു വാക്ക് നടത്തും. ജസ്റ്റ് മിമിക് ദ ഫാക്ട് ദാറ്റ് ഐ എം ഗോയിങ് ടു ഓഫീസ്. And just like that, when I end working, I do that. It is just to remind myself that, okay, it is over. That's one quick thing. And second thing is the productivity thing. എനിക്ക് കുറച്ച് കൂടുതൽ വർക്ക് ടൈമിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു when we switched to work from home. Because everybody you need to type or, video call, അങ്ങനെയൊക്കെ. അപ്പം there are apps available like, speech to text converter and etc. So അതെല്ലാം പ്രൊഡക്ടിവിറ്റി ടൂൾസ് എല്ലാം യൂസ് ചെയ്ത് കുറേയൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്റെ സെൽഫ് ലേണിംഗ്സ് ആണ്. അതെ, നല്ലൊരു ടിപ്പാണ് വാക്ക് അറൌണ്ട് ഹോം ബിഫോർ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാ അതിഥികൾക്കും വളരെ നന്ദി. ജയൻ ജോസഫ്, നീന സുധീർ, മഞ്ജു സുരേഷ് ആൻഡ് ശ്രീതു തുളസി. താങ്ക് യു സോ മച്ച്. വർക്ക് ഫ്രം ഹോം കൊണ്ടുവന്ന സൗകര്യങ്ങളും വെല്ലുവിളികളും അത് മറികടക്കാനുള്ള മാർഗങ്ങളുമൊക്കെയാണ് അമേരിക്കൻ ഡയലോഗിലെ അതിഥികൾ വിശദീകരിച്ചത്. സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി ആശയവിനിമയം കുറയ്ക്കാതിരിക്കുക, ജോലി സമയവും വീട്ടിലെ മറ്റാവശ്യങ്ങൾക്കുള്ള സമയവും കൃത്യമായി നിർവചിക്കുക, ജോലിയുടെ സ്വഭാവം അനുസരിച്ച് വീട്ടിൽ ജോലി ചെയ്തിരുന്നയിടത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക, സന്തുലിതമായ ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കുക. ഇത്രയും ഉണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോമിന്റെ സമ്മർദ്ദത്തെ പടിക്ക് പുറത്താക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. ഓഫീസിലെ സ്മാർട്ടായ വ്യക്തികളായി മാറാൻ വർക്ക് ഫ്രം ഹോമിലും സാധിക്കട്ടെ എന്ന ആശംസയോടെ അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.